ഇന്ന് ഞങ്ങൾ വിഷുവിന് സാധനം വാങ്ങാൻ വേണ്ടി പോകുക കേട്ടോ. വിഷു കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞു. പക്ഷേ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ഇപ്പോഴാട്ടോ എനിക്ക് സമയം കിട്ടിയത്. ഇവിടെ വന്നതിന് ശേഷം ഞാനും ചേച്ചിയും കേട്ടോ സാധനം വാങ്ങാൻ പുറത്തേക്ക് പോകല്. അങ്ങനെ സാധനങ്ങളെല്ലാം വാങ്ങി ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇത് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിയാണ്. അതിന്റെ ഇടയിൽ കൂടെ ഇവന്മാർക്ക് ഇവിടെ ദാട്ടോ പരിപാടി. ഞങ്ങൾ ആകാശവിസ്മയം അതേപോലെ പടക്കങ്ങളും പൂത്തിരികളും എല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ പുതിയ വീട്ടിലെ ആദ്യത്തെ വിഷു അല്ലേ, അത് ഞങ്ങൾ അടിപൊളിയാക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വിഷു ആഘോഷിക്കുമ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിലെ തറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ നോക്കിയാൽ നമ്മുടെ വീട്ടിൽ വെച്ച് നമ്മൾ വിഷു ആഘോഷിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരാൾ ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ പണി നോക്കി അടുത്തിരിക്കാട്ടോ. അമ്മയാണെങ്കിലോ എന്റെ വീഡിയോ മാത്രം എടുക്കല്ലേ, ഞാൻ ആകെ അലങ്കോലായിരിക്കണെന്ന് അത് പറഞ്ഞത് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ മുപ്പത്തിയേറെ നേരെ എന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദേ രാവിലെ 5 മണിക്ക് എഴുതി വിളക്ക് എത്തിച്ചു കേട്ടോ. എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു നമ്മുടെ പുതിയ വീട്ടിൽ നിന്ന് വേണം അടുത്ത വിഷു എന്നുള്ളത്. അത് ഏതായാലും സത്യം പറഞ്ഞ സഫലായി. തലേന്ന് രാത്രി കണി വെച്ച് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടോ. അങ്ങനെ ദേ എല്ലാരെയും രാവിലെ കണി കാണിപ്പിച്ച ആൾ ഞാനാണ്. പക്ഷെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ ആകെ വീഡിയോ എടുത്ത് അനുക്കുട്ടിന്റെ വീഡിയോ മാത്രമാണ്. അതെന്തോ ഈ വർഷം മാത്രം ഒന്ന് കണ്ണു തുറന്ന് നോക്കി. സാധാരണ അത് നോക്കാറില്ല, എപ്പോഴും കരച്ചിലായിരിക്കും കണി കാണാൻ വിളിക്കുമ്പോൾ. ഇതാണ് നമ്മുടെ പൂജാ റൂം. അങ്ങനെ ഇത് എല്ലാവരും രാവിലെ എണീറ്റ് ഭക്ഷണമൊക്കെ കഴിക്കാൻ കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഓരോന്ന് ചെയ്യുന്നതാണ് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഉച്ചയായപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കട്ടോ. ഇതാണ് ചിങ്കുവിൻ്റെ ഏട്ടൻ. പുള്ളി ഇന്ന് എൻ്റെ വീട്ടിൽ അങ്ങനെ കാണാറില്ല, വല്ലപ്പോഴും ഒക്കെ വരാറുള്ളൂ. തനിക്കുട്ടി ഇതേ അമ്മൂൻ്റെ കൂടെ നിന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കേട്ടോ. എന്തായാലും ഈ ഒരു വിഷു അടിപൊളിയായിരുന്നു. ഏതായാലും ഈ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.